ഇന്ന് കറി വെക്കുന്നത് പച്ചപ്പയറാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന പച്ചപ്പയറാണ്. ഇതിനെ 1.5 മീറ്റർ പയറെന്നും പറയും. ഇത് 1.5 മീറ്റർ നീളമുള്ള പച്ചപ്പയറാണ്. ഒരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ കറിക്കാവും. പയറൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഈ തോരൻ പയർ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനും ഒക്കെ കൊള്ളാം. നമ്മളിന്ന് വെക്കുന്നത് തോരൻ പയർ തോരനായിട്ടാണ്. പയറരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-3 കാന്താരി മുളക് കൂടെ അരിഞ്ഞിടാം. ഇത് വെള്ള കാന്താരി മുളകാണ്, അതുകൊണ്ട് ഇത് അരയ്ക്കാറില്ല, ഇത് അരിഞ്ഞിടുവാണ്. പച്ച കാന്താരി മുളകാണെങ്കിൽ നമ്മൾ തേങ്ങയ്ക്കകത്ത് ഇട്ട് അരച്ചെടുക്കും. ഇതൊരു 3-4 മുളക് മതിയാവും. നല്ല എരിവുള്ള മുളകാണ്. നമുക്കിതിലേക്ക് ഒരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞിടാം. സവോളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാൻതേ വെച്ചിട്ട് കറി വെക്കാം. നമുക്കിതിലേക്ക് 50 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടയിലേക്ക് 2 ഉള്ളി അരിഞ്ഞിടും. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചുമന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഇതൾ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പയറിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. നല്ലവണ്ണം ഇളക്കാം. 50 മില്ലി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വേകാനായിട്ട് നമുക്കൊരു 6 മിനിറ്റ് മൂടി വെക്കാം. 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പയറിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഒരു പയർ തോരൻ. നമ്മളിതിൻ്റെ അകത്ത് തേങ്ങ അരച്ചിട്ടില്ല. തേങ്ങ അരയ്ക്കുമ്പോൾ കൂടുതൽ തേങ്ങ വേണം. തേങ്ങ ചിരണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ച് തേങ്ങയിൽ നമുക്ക് പയർ തോരൻ റെഡിയാക്കാം.